അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ മൂന്നാമത്തെ കേസ് നോക്കാം. നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി, എ ബൈനറി ഓപ്പറേഷൻ മാഞ്ഞുപോയി. A binary operation star on a set A is third one. A star E equal to E star A. ഈ ഒരു കണ്ടീഷൻ നോക്കാം. A star E equal to E star A equal to A. For every A belongs to A, then E is called the identity element of the operation star. അതായത് A star E എന്ന അതുപോലെ തന്നെ ഇ സ്റ്റാർ എ ഈക്വൽ ടു എന്താവാം? എ ആവാം. എനെ ഇയുമായും ഈനെ എയുമായും സ്റ്റാർ ചെയ്യുമ്പോൾ അഥവാ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ തന്നെ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇ എന്ന് പറയുന്നതിനെയാണ് എന്ത് പേര് പറയുന്നത്? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, വണ്ണിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് മാറ്റം വരാതിരിക്കുന്നത്? 1 തന്നെ കിട്ടുന്നത്. ഇനി 1 പോട്ടെ. 2വിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 2 തന്നെ കിട്ടുന്നത്? എന്താണ്? 2വിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 കിട്ടുന്നു? 2 ഇൻറ്റു 1 അല്ലേ? 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 2. മാറ്റമുണ്ടോ? ഈ 2വിന് ഒരു മാറ്റമുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു നമ്പേഴ്സിനായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്ക്. 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 3 6 അല്ലേ? അപ്പോൾ അതെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റം വരാത്തത് എന്ത് മാത്രമാണ്? ഈ 1 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 2വിന് മാറ്റം വരാത്തത്. ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത് എ സ്റ്റാർ ഇ. എനെ ഇ എന്ന എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഈനെ എ കൊണ്ട്, അപ്പം 1 ഇൻറ്റു 2 ഈക്വൽ ടു 2 ഇൻറ്റു 1 ഈക്വൽ ടു 1 ഇൻറ്റു 2 അല്ലേ? അത് എന്തെന്നെയാണ് കിട്ടുന്നത്? 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പം എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ 2 ഇൻറ്റു 1 ഈക്വൽ ടു 1 ഇൻറ്റു 2 ഈക്വൽ ടു 2. അപ്പം 1 എന്ന് പറയുന്ന ഈ എലമെൻറ്റിനെയാണ് എന്ത് പേര് പറയുന്നത്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് അഥവാ ഇ എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ ആണല്ലോ? 2വിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മാറ്റം വരുന്നില്ല? അത് മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി. അപ്പം അതിനെ പറയുന്ന പേരാണ് 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. എന്നാൽ 2വിനെ എന്തുകൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് 2വിന് മാറ്റം വരാത്തത്? 0 അല്ലേ? അപ്പം 0 ഈസ് ദ ആഡിറ്റീവ് ഐഡൻറ്റിറ്റി. 2 തരത്തിലുണ്ട്. ഒന്ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, ഒന്ന് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ഐഡൻറ്റിറ്റി ഉള്ളത്. നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനൊരു മാറ്റം, നോ ചേഞ്ച് ഇൻ ദ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ആ ഒരു എന്താണോ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതിലേക്കൊരു മാറ്റം വരുന്നത്. ഇപ്പം 1 + 2 3 ആണ്, പക്ഷേ 1 + 0 1 ആണ്. അപ്പം 0 ഈസ് ദ ആഡിറ്റീവ് ഐഡൻറ്റിറ്റി, 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ ആണല്ലോ? ദെൻ ലാസ്റ്റ് അതിൽ പറയുന്നത് നോക്കുക, ഇഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ, then B is called the inverse of A, that is A inverse equal to B. അപ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിറ്റി പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, 2വിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്? 2വിനെ ഇപ്പോൾ നോക്കുക, ആദ്യത്തെ കണ്ടീഷൻ എന്താ പറയണത്? എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ. 2 എന്നതിനെ എന്തോ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എന്താ വരിക? 1/2 അല്ലേ? അപ്പോൾ നോക്കി നോക്കാം, 2 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽ. ആൻസർ എത്ര കിട്ടിയത്? 1 അല്ലേ? അപ്പം 2വിനെ 1/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1 അഥവാ ഐഡൻറ്റിറ്റി. ഇവിടെ 1-നല്ല പ്രസക്തി, ഐഡൻറ്റിറ്റി ആയിരുന്നു. അപ്പം 2 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 1/2 ഈസ് ദ ഇൻവേഴ്സ്. 1/2 ഈസ് ദ ഇൻവേഴ്സ് ഓഫ് 2. 1/2 ഈസ് ദ എന്ത് ഇൻവേഴ്സ്? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2. പക്ഷേ ആഡ് ചെയ്യുമ്പോഴോ അതേ രീതിയിൽ വേറെ മാറ്റമില്ലേ?
ആഡ് ചെയ്യുമ്പോഴേ എങ്ങനെയാണ് നോക്കി നോക്കുക. അപ്പോൾ ഇവിടെ മുകളിൽ നോക്കാം. ആഡ് ചെയ്യുമ്പോൾ 2വിനെ എന്തോ ഒന്നുകൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് 2 + a = നമുക്ക് എന്ത് കിട്ടണം? ആഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയ 0 കിട്ടണം. അപ്പം a = എന്താ വരിക? 0 - 2 = -2. അപ്പോൾ നോക്ക് 2 + -2 = 0 അല്ലേ? 2 + -2 = 0. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2വിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/2 ആണ്. അതുപോലെ ആഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ആണ്. 2വിൻ്റെ ഏതിൻ്റെയും ആഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ആണ്. പക്ഷേ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്തിൻ്റെയാണെന്ന് പറയണം. അപ്പോൾ 2വിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി -2 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസും കൂടെ ചെയ്യാനുണ്ട്. അത് അടുത്ത പ്രോബ്ലത്തിൽ ചെയ്യാം. ഓക്കെ. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനറി ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ കഴിഞ്ഞില്ല, അതങ്ങനെ ക്ലാസ്സിലെടുക്കുന്ന മാതിരിയല്ലല്ലോ. അപ്പോൾ അതിപ്പോൾ നമുക്ക് ചെയ്യാം. 1-2 പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് തീർന്നു കേട്ടോ. അപ്പോൾ നോക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നൊരു പബ്ലിക് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ 2013 മാർച്ചിൽ, അതുപോലെ 2012 മാർച്ച്, അങ്ങനെ 1-2 വർഷങ്ങളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ. ഏതിലാ? ഓൺ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ഏതാ? ഇൻറ്റിജേഴ്സ്, ഹോൾ നമ്പേഴ്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ Z ആണ്, ഇൻറ്റിജേഴ്സ്. അപ്പം ഓൺ ക്യൂ പ്ലസ് ഡിഫൈൻഡ് ബൈ a star b = ab by 6. a star b = ab by 6. Find the inverse of 9 with respect to star. Find the inverse of 9 with respect to star. ഇതിൻ്റെ മുന്നിൽ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന്. ഐഡൻറ്റിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ചിലപ്പം ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും? ആദ്യം ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി എന്ന് ചോദിക്കും, എന്നിട്ടേ ഇൻവേഴ്സ് ചോദിക്കൂ. ഇതിലിപ്പം ഐഡൻറ്റിറ്റി ചോദിക്കാണ്ടാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഇൻവേഴ്സ്. അപ്പോൾ അത് ചോദിച്ചില്ലെങ്കിലും ചോദിച്ചാലും നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഐഡൻറ്റിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മുടെ കണ്ടീഷൻ. ദെൻ ആൻസർ ചെയ്യാണ്. a star b = ab by 6. a star b = ab by 6 അല്ലേ? അപ്പം ഇങ്ങനെ ഈ ab by 6 ആണെങ്കിൽ അത് വേറെ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ഒന്നും ചോദിച്ചിട്ടില്ല. ചിലപ്പം അതും ഈ ഒരു പ്രോബ്ലത്തിൽ ചോദിക്കാം. അപ്പം നമുക്ക് a star b = ab by 6, b star a = ba by 6. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്, അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻവേഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം അതിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? a star e = ഇത് മറക്കരുത്, e star a. അപ്പം a star e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ a star b ab by 6. അപ്പോൾ a star e എന്താ വരുന്നത്? ae by 6 = e. ae by 6 = e. റെഡി ആണല്ലോ? ae by 6 = e = ഇനിയിപ്പോൾ ഈ ഒരു പാട്ട് എഴുതണം എന്നില്ല. അപ്പം ae = എന്ത് വരും? 6e. ae by 6. റെഡി ആണല്ലോ? അപ്പം ae = ഇവിടെ a ആണ് വേണ്ടത് കേട്ടോ, e അല്ല, a ആണ് വേണ്ടത്. അപ്പം ae by 6 = a. then a = 6a. അപ്പം a ക്യാൻസൽ, e = നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഒന്നുകൂടെ നോക്കാം. a star e = a = e star a. ഇവിടെ ഞാൻ പറഞ്ഞു 2വിനെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തെന്നെ കിട്ടണം? 2 തന്നെ കിട്ടണം. അപ്പോൾ അതുപോലെയാണ് a star e എന്ന് പറഞ്ഞാൽ ae by 6 = a. then ae = 6 ഇങ്ങോട്ട് പോകുന്നു. അപ്പം 6a, എയും എയും കൂടെ ക്യാൻസൽ ആകുന്നു. then e = 6. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി എന്താണെന്ന് കിട്ടി. ഇനി നമ്മൾ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇൻവേഴ്സിൻ്റെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്?
എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ. അപ്പം എ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എ ഇവിടെ ബി ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. എന്ത് അല്ല, എ ആണ് ഇവിടെ. എയോ ബിയോ ഏത് വേണമെങ്കിലും കൊടുക്കാം. എക്ക് പകരം നമ്മൾ 9 എന്ന് കൊടുക്കുന്നു. ബി ഈക്വൽ ടു, ഇപ്പോൾ ഇ എത്ര കിട്ടിയത് നമുക്ക്? 6. അപ്പോൾ 9 സ്റ്റാർ ബി, എ സ്റ്റാർ ബി എന്താ വരുന്നത്? എ ബി ബൈ 6. അപ്പോൾ 9b ബൈ 6 ഈക്വൽ ടു 6. 9b ഈക്വൽ ടു 36. Then b equal to 36 by 9 equal to 4. Therefore A inverse equal to B equal to എന്താ വരുന്നത്? 4. കണ്ടോ പ്രോബ്ലം? ഇത്രയേ ഉള്ളൂ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഫസ്റ്റ് വൺ തന്ന കണ്ടീഷൻ നമ്മൾ എന്താണെന്ന് എഴുതി. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 6. അപ്പം എ സ്റ്റാർ നമ്മുടെ ഐഡൻറ്റിറ്റീൻ്റെ നമുക്ക് എന്ത് വേണം? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. ഇത് വി നോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് എഴുതാം. അപ്പം എ സ്റ്റാർ ബി എ ബി ബൈ 6 ആണെങ്കിൽ എ സ്റ്റാർ ഇ എന്താ വരിക? എ ഇ ബൈ 6 ഈക്വൽ ടു എ. ദെൻ എ ഇ ഈക്വൽ ടു 6a. ഇ ഈക്വൽ ടു എയും എയും കൂടെ ക്യാൻസലായി. ഇ ഈക്വൽ ടു 6 കിട്ടിയല്ലോ. ഈ വെച്ചിട്ട് ഈ എന്നുള്ള ഐഡൻറ്റിറ്റി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പം ഇൻവേഴ്സിൻ്റെ കണ്ടീഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആയിരിക്കണം. ഞാൻ പറഞ്ഞു 2 × 1/2 ഈക്വൽ ടു 1 എന്നുള്ളത് കിട്ടണം. അപ്പം എക്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 9 വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ. ഇവിടെ തന്നത് കൊണ്ടാണ് ഈ 9 എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 ആണ് തന്നതെങ്കിൽ 4 എടുക്കാം, 6 ആണെങ്കിൽ 6 എടുക്കാം. എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് അതാണ് എടുക്കേണ്ടത്. അപ്പം 9 സ്റ്റാർ ബി ഈക്വൽ ടു ഇ കിട്ടിയ ഇ അഥവാ 6 കൊടുത്തു. ദെൻ 9 സ്റ്റാർ ബി പറഞ്ഞു കഴിഞ്ഞാൽ 9b ബൈ 6. ഈ കണ്ടീഷൻ തന്നെ അതേപടി ഇങ്ങോട്ട് ഫോളോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 9b ബൈ 6 ഈക്വൽ ടു 6, 9b ഈക്വൽ ടു 36, b ഈക്വൽ ടു 36 ബൈ 9 ഈക്വൽ ടു എന്ത്? 4. അപ്പോൾ ഓക്കെ ആയോ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് പ്രോബ്ലം ഞാൻ ഇപ്പോൾ HCFൻ്റെ LCMൻ്റെ പ്രോബ്ലം പറഞ്ഞു, അതുമാണ് കൂടുതലായിട്ട് വരാറുള്ളത്. ഇനി ഒരു മാക്സിമൈസ് ടാബിളും മിനിമൈസ് ടാബിളും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതും കൂടെ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്. ഷോ ദാറ്റ് ദ മാക്സിമൈസ് സച്ച് ദാറ്റ് R to R to R given by എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമൈസ് എ ബി. മാക്സിമൈസ് എ ബി ഇങ്ങനെ പറയും. മാക്സിമൈസ് എ ബി ആൻഡ് ദ ഇതിനെ മാക്സിമം എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ കൂടെ കാണിക്കാം. വി, അതായത് വി അല്ല കേട്ടോ, അങ്ങനെ അങ്ങോട്ട് മാക്സിമം നമ്മളിങ്ങോട്ട് ഉയരത്തിലേക്ക് പോവുകയല്ലേ ചെയ്യേണ്ടത്. അപ്പം ഇതും കാണും. സ്റ്റാർ എ ബി, സ്റ്റാർ എന്നുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നു. സ്റ്റാർ എ ബി, മാക്സിമം എ ബി. ഇതേ രീതിയിൽ തന്നെയാണ് മിനിമൈസ് എ ബിനെ കാണിക്കുന്നത്. മിനിമൈസ് എ ബി. ഇതിനെ സ്റ്റാർ ഓപ്പറേഷൻ സ്റ്റാർ എ ബി ഈക്വൽ ടു നേരെ തിരിച്ച് വരും. ഇത് ഇങ്ങനെ എ ബി. അപ്പം ഇതിൻ്റെ കൺസ്ട്രക്റ്റ് എ ടേബിൾ, കൺസ്ട്രക്റ്റ് എ മിനിമൈസ് ടേബിൾ ഓർ മാക്സിമൈസ് ടേബിൾ എന്നാണ്. അപ്പം നമ്പേഴ്സും തരുന്നുണ്ട്. 1 2 3 4 എന്ന് പറയുന്ന ഒരു നമ്പേഴ്സ്. അപ്പം നമുക്ക് ആദ്യം ഇതിനെ മാക്സിമൈസ് ടേബിൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പം ഇവിടെ ഈ ഒരു ഇതിൽ ഞാൻ അവിടെ മാക്സിമൈസ് എന്നുള്ളതിന് ചിഹ്നമിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ 1 2 3 4 ഇതേ രീതിയിൽ താഴേക്കും 1 2 3 4 ഇട്ട്. ഇനി ഏത് നമ്പേഴ്സാണോ തരുന്നതെങ്കിൽ അതിടാം. നമുക്കിപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 2 3 4 ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എ എന്ന് പറയുന്നതിൽ 1 2 3 4 പറയുന്നുണ്ട് കേട്ടോ. ഇനി നോക്കാം, ഈ മാക്സിമൈസ്, ഈ 1ൻ്റെയും 1ൻ്റെയും മാക്സിമം നമ്പർ ഏതാ? 1. 1ൻ്റെയും 2വിൻ്റെയും മാക്സിമം ഏതാ? 2. 1ഉം 3യുടെയും മാക്സിമം 3. 1ഉം 4ൻ്റെ മാക്സിമം 4 അല്ലേ? അതേപോലെ തന്നെ 2വിൻ്റെയും 1ൻ്റെയും ഇതാ ഇങ്ങനെയും വരുന്നത്. അപ്പം 2വിൻ്റെയും 2വിൻ്റെയും 2, 2വിൻ്റെയും 3ൻ്റെയും 3, 2വിൻ്റെയും 4ൻ്റെയും 4. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. 3 1 3 അല്ലേ? 3 3
4. ഇവിടെയോ 4 1 4. ഇവിടെ എന്താ വരിക 4 2 4 4 3 4 4 4 4. ഇതാണ് മാക്സിമൈസ് ടേബിൾ. എളുപ്പമല്ലേ? അപ്പോൾ ഇത് 1-2 പിന്നെ കൊല്ലത്താണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഒന്ന് ഏറ്റവും സിമ്പിളാണ്, പ്രയാസമൊന്നുമില്ല. ഇതേ രീതിയിൽ ഇനിയിപ്പം മിനിമൈസ് ടേബിൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കാം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട്. മിനിമൈസ് കണ്ടോ, ഈ ഒരു ചിഹ്നം നോക്കുക. 1 2 3 4 1 2 3 4. 1-ൻ്റെയും മിനിമം 1, 1-ൻ്റെയും 2-ൻ്റെയും മിനിമം 1, 1 3-യുടെ 1 1. ഇതോ 1 2 1 2 2-ൻ്റെ 3-യുടെയും 2, ഇത് 2. 1-ൻ്റെയും 3-യുടെയും 1 2 3 3. ഓക്കെ, 1-ൻ്റെയും 4-ൻ്റെയും 1 2 3 4. കണ്ടോ? അപ്പം ഇതിനെ മാക്സിമൈസ് ടേബിൾ എന്നും ഇതിനെ മിനിമൈസ് ടേബിൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു 4-5 ടോപ്പിക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് വൺ റിലേഷൻ എന്താണ്, ഫങ്ഷൻ എന്താണ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ എന്താണ്, ഇൻവെർട്ടബിൾ ഫങ്ഷൻ എന്താണ്, ഇത് ലാസ്റ്റ് പറഞ്ഞതാണ് ബൈനറി ഓപ്പറേഷൻ. ബൈനറിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ് ആൻഡ് അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. then ഇനി നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയും. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ട്രിഗ്നോമെട്രീൻ്റെ പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും നമ്മൾ ഇതായപ്പോഴേ ഇതിനോടനുബന്ധിച്ച് തരാം. അപ്പം തന്നെ എന്ത് ചെയ്യുക, ഒരു എക്സാമും കൂടെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുവരെ എടുത്ത എല്ലാ വീഡിയോസും 5-6 വീഡിയോസ് ഉണ്ട്, അത് മുഴുവൻ 5 ക്ലാസ്സായിട്ട് നമ്മൾ എടുത്തത്, ആ ക്ലാസ്സുകൾ മുഴുവൻ എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ട് കാണുക. ഒപ്പം വിക്ടേഴ്സ് ചാനലിൽ അതും കൂടെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ തറവായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് കിടക്കാൻ കഴിയും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ.